നമസ്കാരം. നമ്മുടെ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. അതിനുശേഷം ആ സർക്കാർ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ വി ഡി സതീശൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പറഞ്ഞിരുന്നത്, തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നത്, യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റിനകം മുനമ്പം വിഷയത്തിന് ഒരു പരിഹാരം കാണുമെന്നായിരുന്നു. എന്നാൽ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പറയുന്നത്, പഴയ സർക്കാർ അധികാരത്തിൽ നിന്നും പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ യു ഡി എഫിന് 8ൻ്റെ ഒരു പണി കൊടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ താൻ നേരത്തെ പറഞ്ഞിരുന്ന 10 മിനിറ്റ് പരിഹാരം അത് പാലിക്കാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം നമ്മളെയൊക്കെ അറിയിച്ചത്. അപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് ആവശ്യപ്പെട്ടു ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന്. എന്നാൽ കഴിഞ്ഞ 23-ാം തീയതി ഞാൻ ഒരു യാത്രയിലായിരുന്നു. എങ്കിൽ തന്നെയും അതിനിടയിൽ ഞാൻ ന്യൂസ് 18-ലും ജനം ടി വിയിലും ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തു. 2 ദിവസം മുമ്പ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ മറുനാടൻ മലയാളിയിലും ഒരു ദീർഘമായ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ വൈകിയത്. എല്ലാവരുടെയും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ആദ്യമേ തന്നെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ 12/12/2025 നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു ഇൻ്ററീം ഓർഡറിലേക്ക് ക്ഷണിക്കുകയാണ്. അതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്, ഇൻ ദ മീൻ ടൈം ദ ഡിക്ലറേഷൻ ഇൻ ദ ഇംപ്യൂൺഡ് order that the property in question is not a subject matter of waqf shall remain stayed and status quo as regards the same shall be maintained till the next date. It is made clear that we have not stayed the inquiry. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം 10-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി റിട്ട് അപ്പീൽ നമ്പർ 603 and 606/2025 എന്നുള്ള കേസിൽ മുനമ്പം ഒരു വഖഫ് ഭൂമി അല്ല എന്നൊരു പ്രഖ്യാപനം നടത്തി. അതിനെതിരെ കേരള വഖഫ് സംരക്ഷണ വേദി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു SLP നമ്പർ 34752 എന്ന് പറയുന്ന ഒരു SLP ഫയൽ ചെയ്തു. അതിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ഹൈക്കോടതിയുടെ ഇതൊരു വഖഫ് അല്ല എന്നുള്ള പരാമർശം സ്റ്റേ ചെയ്തു. അതിൻ്റെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്. ഇനി നമുക്ക് കേരള വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ നടത്തിയ രജിസ്ട്രേഷനിലേക്ക് വരാം. എന്താണ് ഉമീദ് പോർട്ടൽ, എന്താണ് ഈ രജിസ്ട്രേഷൻ, എന്താണ് അതിനുള്ള നിയമപരമായ സാധുത? അതായത് നേരത്തെ ഈ പുതിയ വഖഫ് ഭേദഗതി നിയമം വരുന്നതിന് മുമ്പ് മറ്റൊരു പോർട്ടൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് വാംസി പോർട്ടൽ, അതായത് വഖഫ് അസറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അന്ന് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ വഖഫ് ബോർഡുകളോടും അല്ലെങ്കിൽ എല്ലാ വഖഫുകളോടും പറഞ്ഞിരുന്നു, നിങ്ങളുടെ വസ്തു രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒന്നാണെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് അതും അതിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഈ പുതിയതായിട്ട് കൊണ്ടുവന്ന ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. എന്താണ് ഉമീദ് പോർട്ടൽ? അതായത് പുതിയ ഭേദഗതി നിയമം പ്രകാരം കൊണ്ടുവന്നതാണ് ഉമീദ് പോർട്ടൽ. യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് ആ പോർട്ടലിൻ്റെ പേര്. അതുപോലെ തന്നെ ഈ വഖഫ് ആക്ട് 1995 പേരും മാറ്റി ഇപ്പോൾ ഉമീദ് ആക്ട് എന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കേന്ദ്ര സർക്കാർ പറഞ്ഞു, നിങ്ങളെല്ലാവരും 6 മാസത്തിനകം ഈ ഡീറ്റെയിൽസൊക്കെ ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. എന്താണ് ഈ നിയമം വരുന്നതിന് മുൻപ് രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫുകളെ സംബന്ധിച്ചാണ് ഈ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ സമയം കുറച്ചുകൂടി നീട്ടിക്കൊടുത്തു. അത് അവസാനം മെയ് മാസം 16-ഓ 17-ഓ മറ്റോ ആയിരുന്നു അവസാനത്തെ ദിവസം. അങ്ങനെ ഇരുന്നപ്പോൾ നാം ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ രജിസ്ട്രേഷൻ നടത്തേണ്ടത് അതാത് മുത്തവല്ലികളാണ്. അതായത് ഓരോ വഖഫിൻ്റെയും മാനേജർ, അതാണ് മുത്തവല്ലി, അവരാണ് ഈ കൃത്യം നിർവഹിക്കേണ്ടത്. അപ്പോൾ മുനമ്പത്തെ കേസിൽ എന്താണ്, വഖഫ് ബോർഡ് മുനമ്പത്തെ ഒരു വഖഫായി ഡിക്ലെയർ ചെയ്തു. അതോടൊപ്പം തന്നെ ഫറൂഖ് കോളേജിനെ മുത്തവല്ലിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഈ മുത്തവല്ലി എന്ന് വഖഫ് ബോർഡ് പറഞ്ഞിരുന്ന ഫറൂഖ് കോളേജ് പറഞ്ഞത് ഇതൊരു വഖഫേ അല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ ഉണ്ടായിരുന്ന വാംസി പോർട്ടലിലോ അല്ലെങ്കിൽ ഈ വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 36 പ്രകാരം മറ്റൊരു രജിസ്ട്രേഷൻ ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു മുത്തവല്ലി വഖഫ് ബോർഡിന് ഒരു അപേക്ഷ നൽകുകയാണെങ്കിൽ അവരുടെ വസ്തുക്കൾ ഈ വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്യും. അതും ഈ ഫറൂഖ് കോളേജ് ചെയ്തില്ല. മൂന്നാമതായിട്ടാണ് ഇപ്പോൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യൂ എന്നാവശ്യപ്പെട്ടത്.
അതും ഫറൂഖ് കോളേജ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് ഈ വഖഫ് ബോർഡ് പെട്ടുപോയത്. അപ്പോൾ അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ മുത്തവല്ലി എന്നുള്ള സ്ഥാനത്ത് നിന്നും, അതിന് അവർക്ക് അധികാരമുണ്ട്, ഈ ഫറൂഖ് കോളേജിനെ മാറ്റിയിട്ട് അവർ തന്നെ ഈ മുത്തവല്ലിയായി സ്വയം പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് അവർ ഈ ഉമീദ് പോർട്ടലിൽ അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തത്. നാം ആലോചിക്കണം, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഇത് വഖഫാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആരും കമാശുവ മിണ്ടിപ്പോകരുത്, ഞങ്ങൾ പറയും ഇത് വഖഫാണോ അല്ലയോ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഞങ്ങൾ പറയും. അതുവരെ ഒരു വ്യക്തിയും മുനമ്പം ഒരു വഖഫാണോ അല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു ഇടക്കാല ഉത്തരവ് ഉള്ള സമയത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും ഒരു ശക്തിക്ക് മുനമ്പം ഒരു വഖഫ് ആണെന്നും പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും രജിസ്ട്രേഷൻ നടത്താൻ കഴിയുമോ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഒരിക്കലും കഴിയില്ല. അത് സത്യത്തിൽ കോടതി അലക്ഷ്യവും ആണ്. എന്തായാലും ഈ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ട വിവരങ്ങൾ ഉണ്ട്. അതായത് ഒന്നാമതായി പറയുന്നത്, ഈ വസ്തുവിൻ്റെ അതിരുകൾ എന്തൊക്കെയാണ്, മുനമ്പത്തിൻ്റെ അതിരുകൾ എന്തൊക്കെയാണ്. നാം ആലോചിക്കണം, 1950 ഇതൊരു വഖഫായിട്ടൊക്കെ ഡിക്ലെയർ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അത് ഭാവിയിൽ കോടതി പറയും ആണോ അല്ലയോ എന്നുള്ള കാര്യം. അന്ന് 404.76 ഏക്കർ വസ്തുവായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം 1967 ആയപ്പോൾ, ഏകദേശം 10-15 വർഷം കഴിഞ്ഞപ്പോൾ, അതിൻ്റെ ഒരു മേജർ ഭാഗം തന്നെ കടൽ കൊണ്ടുപോയി. അതായത് ബാക്കി ഉണ്ടായിരുന്നത് 137.11 ഏക്കർ വസ്തുവാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അന്ന് 1967 ഈ മുനമ്പത്ത് അന്ന് കുടികിടപ്പ് നടത്തിയിരുന്ന ആൾക്കാരും എൻക്രോച്ചേഴ്സ് തന്നെയായിരുന്നു കുറേ പേരൊക്കെ. അവരും ഈ ഫറൂഖ് കോളേജും തമ്മിൽ ഒരു കേസുണ്ടായി. അതായത് ഫറൂഖ് കോളേജ് കോഴിക്കോടാണ്, ഈ മുനമ്പത്ത് വസ്തു കിടക്കുന്നത് പറവൂരിന് അടുത്താണ്. അപ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ വന്നിട്ട് വേണ്ട ഈ അതിൻ്റെ മാനേജ്മെൻറ്റ് നടത്താൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയാണ് ആൾക്കാർ അവിടെ കയറി അനധികൃതമായിട്ടും കുടികിടപ്പായിട്ടും ഒക്കെ താമസിച്ചിരുന്നത്. അങ്ങനെയാണ് അവർ പറവൂർ കോടതിയിൽ പോയിട്ട് ഒരു ഇൻജങ്ഷൻ സൂട്ട് ഫയൽ ചെയ്തു. അപ്പോൾ ഫയൽ ചെയ്ത സമയത്ത് അവർ പറഞ്ഞിരുന്നത് 404.76 ഏക്കർ വസ്തുവാണ് ഉള്ളതെന്നാണ്. അത് ബൈ മിസ്റ്റേക്ക് ആയിരുന്നു, കാരണം മേജർ ഭാഗം കടൽ കൊണ്ടുപോയി. അങ്ങനെ ഈ കേസ് നടന്നു വരവേ അവർ അവരുടെ അന്യായം അല്ലെങ്കിൽ പ്ലെയിൻറ്റ് ആ കേസിൽ മാറ്റം വരുത്തി. അതായത് 404.76 ഏക്കർ വസ്തു ഇല്ല, മറിച്ച് 137.11 ഏക്കർ വസ്തുവേ ഉള്ളൂ എന്നവർ കോടതിയിൽ ബോധിപ്പിച്ചു. കോടതി അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ മുനമ്പത്തെ വസ്തു വഖഫായാലും അല്ലെങ്കിലും ഒക്കെ തന്നെ അവിടെ 404.76 ഏക്കർ വസ്തു ഉണ്ടെന്ന് ആർക്കും തന്നെ ഇനി പറയാൻ കഴിയില്ല. കാരണം അതിനെ സംബന്ധിച്ചാണ് 1971 പറവൂർ കോടതി വിധി പറഞ്ഞത്. ഈ 404.76 ഏക്കർ എന്ന് പറയുന്ന വസ്തുക്കളൊക്കെ തന്നെ കടലിലാണ്, അന്നു മുതലേ തന്നെ കടലിലാണ്. എന്നാലും ഇപ്പോഴും വഖഫ് ബോർഡ് പറയുന്നത് അവിടെ 404.76 ഏക്കർ വസ്തുവുണ്ട്, അത് വഖഫാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അതിരുകൾ എന്താണ് എന്നായിരിക്കും ഈ വഖഫ് ബോർഡ് ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുക. 404 ഏക്കറിൻ്റെ അതിരുകൾ പണ്ടത്തെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വച്ചിട്ട് നോക്കി എഴുതുകയാണെങ്കിൽ പോലും അതൊക്കെ ഇപ്പോൾ കടലിൽ ആയിരിക്കും. കടൽ വഖഫാക്കാനുള്ള യാതൊരു വിധത്തിലുള്ള നിയമങ്ങളും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇല്ല. മോറോവർ ഈ കടൽ എന്ന് പറയുന്നത് ഈ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. കടലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ കേന്ദ്ര സർക്കാർ മാത്രമേ പറ്റൂ, കേരള സർക്കാരിന് പറ്റത്തില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ കൂടി അറിയിച്ചുകൊണ്ടല്ലേ ഇത് ചെയ്യാൻ പറ്റൂ. ചെയ്യാൻ പറ്റത്തില്ല, അത് ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ കൃത്യമായ 404.76 ഏക്കർ വസ്തുവിൻ്റെ എലുക അല്ലെങ്കിൽ ഈ ബൗണ്ടറീസ് കാണിക്കാൻ ഈ വഖഫ് ബോർഡിന് തലകുത്തി നിന്നാലും പറ്റത്തില്ല. കാരണം അളക്കണം എന്നുണ്ടെങ്കിൽ ബോട്ടും പിടിച്ചിട്ട് കടലിലേക്ക് പോകേണ്ടി വരും. രണ്ടാമത്തെ ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഒരു വഖഫ് യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വഖഫുകൾക്കും ഒരു ലക്ഷ്യം കാണും. മുസ്ലിം മതം അനുശാസിക്കുന്ന രീതിയിലുള്ള പയസ്
റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ, അങ്ങനെയുള്ളൊരു പർപ്പസ് കാണും. അപ്പോൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ മുനമ്പത്തെ ഭൂമി ഉപയോഗിക്കുന്നത് എന്നാണ് അടുത്ത ഇൻഫർമേഷൻ. എന്താണ് അവിടുത്തെ ഉപയോഗം? 610 കുടുംബങ്ങൾ താമസിക്കുന്നു. കുറേ പേരൊക്കെ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നു. മറ്റുള്ളവർ വേറെ പല ആവശ്യത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു. ചിലർ കെട്ടിടം കെട്ടി താമസിക്കുന്നു. മറ്റു ചിലർ റെസ്റ്റോറൻറ്റ് നടത്തുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രാക്ടിക്കലി അവിടെ ഈ വസ്തുവിൽ നടക്കുന്ന ഉപയോഗങ്ങൾ. എന്നാൽ വഖഫ് ബോർഡിന് അങ്ങനെയുള്ള ഏതെങ്കിലും ഈ റിലീജിയസോ പയസോ അല്ലെങ്കിൽ ചാരിറ്റബിൾ ആയ ഒരു പർപ്പസ് ഈ ഉമീദ് പോർട്ടലിൽ കൊടുക്കാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. അതിനുശേഷമുള്ള ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്? ഈ 404.76 ഏക്കർ സ്ഥലത്ത് ആരാണ് താമസിക്കുന്നത്? അപ്പോൾ ഈ കടൽ കൊണ്ടുപോയ ഭാഗത്ത് മിക്കവാറും ഇപ്പോൾ താമസിക്കുന്നത് കടൽ ജീവികളായിരിക്കും, മീനൊക്കെ ആയിരിക്കും. അതവർക്ക് കൊടുക്കാൻ കഴിയുമോ? ഇല്ല. ബാക്കി ഇപ്പോഴുള്ള 137.11 ഭൂമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 610ഓളം കുടുംബങ്ങളും റിസോർട്ട് നടത്തിപ്പുകാരും ഒക്കെയാണത് ഒക്കുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ ഉമീദ് പോർട്ടലിൽ ഈ വഖഫ് ബോർഡ് കൊടുത്തു കാണുക എന്തായിരിക്കും? ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല, കുറേ പേരൊക്കെ അവിടെ താമസിക്കുന്നുണ്ട് എന്നല്ലേ കൊടുത്തു കാണൂ. അങ്ങനെ കൊടുക്കാൻ കഴിയുമോ? അത് കഴിയട്ടെ. അതിനുശേഷം ഈ വഖഫ് ഉണ്ടാക്കിയ ആളാരാണ്, അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസാണ്, അത് സിദ്ദീഖ് സേട്ടു ആണെന്നൊക്കെ പറഞ്ഞ് അവർ കൊടുത്തു കാണും. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് അടുത്ത ക്വസ്റ്റ്യൻ. എത്ര തുകയാണ് ഈ വഖഫ് ഭൂമിയിൽ നിന്നും വാർഷിക അടിസ്ഥാനത്തിൽ കിട്ടുന്നത്? ആലോചിച്ച് നോക്കൂ. മുത്തവല്ലി എന്ന് പറയുന്നത് വഖഫ് ബോർഡാണ്. ഇപ്പോൾ അവർക്ക് ഒരു പൈസയെങ്കിലും ഈ മുനമ്പത്തെ വഖഫിൽ നിന്നും ഉള്ള വരുമാനം എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ടോ? ഒരു പൈസയും കിട്ടുന്നില്ല. അപ്പോൾ അവർക്കവിടെ കൊടുക്കാൻ കഴിയുന്നത് 0 എന്ന് ആയിരിക്കും. അതിനുശേഷം അടുത്തതാണ്, ഈ കിട്ടുന്ന വാർഷിക വരുമാനത്തിൽ നിന്നും എത്ര രൂപയാണ് ഓരോ വർഷവും ഈ വഖഫിന് വേണ്ടി ചിലവാക്കുന്നത്? അപ്പോൾ 0 ഇൻകം എങ്കിൽ അതിനടിയിലും ഈ ചിലവായിട്ടും 0 കൊടുക്കാൻ പറ്റൂ. നിങ്ങൾ ആലോചിക്കണം, 404.76 ഏക്കർ വസ്തുവിനെ സംബന്ധിച്ചാണ് പറയുന്നത്. 0 വരുമാനം, അതുപോലെ തന്നെ 0 ചിലവ്. അടുത്ത ഇൻഫർമേഷൻ, ഓരോ വർഷവും എത്ര തുകയാണ് ഈ കരമടയ്ക്കാനും സെസ്സിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വേണ്ടി നീക്കി വയ്ക്കപ്പെടുന്നത്? നമുക്കറിയാം, മുൻപത്തെ ആൾക്കാർ ഇപ്പോൾ കരം അടയ്ക്കാറുണ്ട്, ഈ ഭൂനികുതി അടച്ചു വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് പറയാൻ പറ്റും ഈ വഖഫ് ബോർഡിന്, ഉമീദ് പോർട്ടലിൽ? കണ്ണി കണ്ട ആൾക്കാർ, നാട്ടുകാർ അവരുടെ ഇഷ്ടം പോലെയൊക്കെയാണ് അവിടെ കരം അടയ്ക്കുന്നത് എന്ന് ഈ വഖഫ് ബോർഡ് പറയാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ വസ്തുവിനെ സംബന്ധിച്ച് എന്തെങ്കിലും കേസുകൾ നിലവിലുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും കേസിന് വിലയുണ്ട് എന്നാണ് ഈ ഇൻഫർമേഷൻ ചോദിക്കുന്നതിലൂടെ തന്നെ വ്യക്തമാകുന്നത്. ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൽ തന്നെ ഇപ്പോൾ 6 കേസുകൾ നിലവിലുണ്ട്. ഹൈക്കോടതിയിൽ മറ്റ് 6 കേസുകൾ നിലവിലുണ്ട്. പിന്നെ MFAയുടെ മിസാലിനിയസ് ഫസ്റ്റ് അപ്പീൽ എന്ന് പറയുന്ന 3ഓളം കേസുകളുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ 2 കേസുകളുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ അതിനോടൊപ്പം നമ്മൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവും കൂടി മനസ്സിൽ വയ്ക്കാം. അപ്പോൾ എങ്ങനെയാണ് ആ ഇടക്കാല ഉത്തരവ് നിലനിൽക്കെ ഈ വഖഫ് ബോർഡിന് ഈ ഉമീദ് പോർട്ടലിൽ ഈ വസ്തുവിനെ വഖഫാണെന്നും പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക? അണ്ടിൽ ആൻഡ് അൺലെസ് ദർ ഈസ് എ ഡയറക്ഷൻ ഫ്രം ദ സുപ്രീം കോർട്ട്. അപ്പോൾ ഇതാണ് ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഉമീദ് പോർട്ടലിലെ രജിസ്ട്രേഷൻ. ഇറ്റ് ഈസ് ഇൻവാലിഡ് അബ് ഇനിഷ്യോ. നിയമപരമായി നോക്കുകയാണെങ്കിൽ അതിന് യാതൊരു വിധത്തിലുമുള്ള നിയമ സാധുതയും ഇല്ല. പിന്നെ ഞാൻ വഖഫ് ബോർഡിനെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തിയെന്ന് പറയുന്നല്ലോ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു രജിസ്ട്രേഷൻ നമ്പരും ഉണ്ടായിരിക്കണം. എന്താണ് മുനമ്പത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടിയ രജിസ്ട്രേഷൻ നമ്പർ? യാതൊരു വിധത്തിലും ഉള്ള, ഇറ്റ് ഈസ് ഓൺലി എ മെക്കാനിക്കൽ ആക്ഷൻ എക്സർസൈസ്, അല്ലാതെ ഇതിന് നിയമപരമായിട്ടുള്ള യാതൊരു സാധുതയും ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വിലയില്ലാത്ത ഒരു കാര്യത്തെ ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ, പിണറായി വിജയൻ അദ്ദേഹത്തിന് പണിത 8ൻ്റെ പണി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അദ്ദേഹം ഒരു വക്കീലാണ്,
അദ്ദേഹത്തിന് ഡബിൾ LLM ഉണ്ടെന്ന് ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, വിവിധ കോടതികളിൽ കേസുകൾ നിലനിൽക്കെ എങ്ങനെയാണ് അങ്ങ് ഇലക്ഷന് മുമ്പായിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റിനകം ഈ പ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞത്? കാരണം കോടതിയിൽ ഒരു വിഷയം ഉണ്ട് എന്നുണ്ടെങ്കിൽ കോടതിക്ക് മാത്രമേ അതിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കൂ. എക്സിക്യൂട്ടീവിന്, സർക്കാരിന് അതിൽ ഇടപെടാൻ സാധ്യമല്ല. അഥവാ സർക്കാർ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതിക്ക് അതിൽ ഇടപെടാം. അതാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. അപ്പോൾ ഈ ഡബിൾ LLM ഒക്കെ ഉള്ള ബഹുമാനപ്പെട്ട VD സതീശൻ എന്ത് അടിസ്ഥാനത്തിലാണ് മുനമ്പത്തെ ജനങ്ങൾക്കും ഈ കേരളത്തിലെ ജനങ്ങൾക്കും ഒക്കെ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റിനകം ഈ വിഷയം പരിഹരിക്കും എന്ന് പറഞ്ഞത്? കൂടാതെ അന്ന് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വന്ന സെക്ഷൻ 97 ഉപയോഗിച്ചിട്ടാണ് പരിഹാരം കാണുക 10 മിനിറ്റിനകം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സെക്ഷൻ 97 പ്രകാരം സംസ്ഥാന സർക്കാരിന് അമിതാധികാരങ്ങളുണ്ട്, എന്ത് ഡയറക്ഷൻ വേണമെങ്കിലും ഈ വഖഫ് ബോർഡിന് കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ വഖഫ് ബോർഡിനോട് പറയും, നിങ്ങൾ മുനമ്പം ഒരു വഖഫല്ല എന്ന് പറയൂ. അപ്പോൾ അത് അവർ ടൈപ്പ് ചെയ്തെടുക്കാൻ വെറും 10 മിനിറ്റത്തെ സമയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതോടുകൂടി തന്നെ മുനമ്പത്തെ വിഷയം പരിഹരിക്കപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ സെക്ഷൻ 97 പറയുന്നത്, അതിനു മുമ്പ് ഒരു സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 96. ഈ 97 പറയുന്നത്, സെക്ഷൻ 96 പ്രകാരം കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് നൽകിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാന സർക്കാരിന് സംസ്ഥാന വഖഫ് ബോർഡിന് നിർദ്ദേശങ്ങൾ നൽകാം, ആ വിഷയത്തെ പറ്റി മാത്രം. അല്ലാതെ മറ്റൊരു രീതിയിലുമുള്ള ഡയറക്ഷൻസ് നൽകാൻ കഴിയില്ല. അപ്പോൾ എന്താണ് സെക്ഷൻ 96 പ്രകാരം കേന്ദ്ര സർക്കാരിന് നൽകാൻ കഴിയുന്ന ഡയറക്ഷൻ? എല്ലാ വഖഫുകൾക്കും 2 തരത്തിലുള്ള കടമകൾ ഉണ്ട്. ഒന്ന് മതപരമായ കാര്യങ്ങൾ, രണ്ടാമത്തേത് സെക്കുലറായിട്ടുള്ള കാര്യങ്ങൾ. സെക്കുലറായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, സോഷ്യലായിരിക്കാം, വെൽഫെയർ ആക്ടിവിറ്റീസ് ആയിരിക്കാം. അപ്പോൾ ഇതിനെയൊക്കെ ഇന്ത്യാ തലത്തിൽ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഈ വഖഫ് ബോർഡിന് നിർദ്ദേശം നൽകും. അപ്പോൾ ഏകദേശം ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ യൂണിഫോം ആയിരിക്കും. അല്ലാതെ മതപരമായ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ യാതൊരു വിധ ഡയറക്ഷൻസും ഈ വഖഫ് ബോർഡിനോ അല്ലെങ്കിൽ വഖഫ് ബോർഡിന് ഈ വഖഫുകൾക്കോ മുത്തവല്ലിക്കോ നൽകാൻ സാധ്യമല്ല. ഒരു വഖഫ് ഉണ്ടാക്കിയ വാഖിഫ് എന്തൊക്കെ നിബന്ധനകളാണോ പറഞ്ഞിരിക്കുന്നത് അതിന് വിരുദ്ധമായ യാതൊരു വിധത്തിലും ഉള്ള ഡയറക്ഷൻസും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ സത്യമെന്നിരിക്കെ ശ്രീ VD സതീശൻ പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വഖഫ് ബോർഡിന് ഒരു നിർദ്ദേശം നൽകും, മുനമ്പത്തെ ഭൂമി വഖഫ് അല്ല എന്ന് പറയും, അതോടുകൂടി പ്രശ്നം തീരും. ആ ടൈപ്പ് ചെയ്തെടുക്കേണ്ട ആ സമയം മാത്രമാണ് 10 മിനിറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. നാം ഓർക്കേണ്ടത്, അങ്ങനെ അത് സാധ്യമായിരുന്നുവെങ്കിൽ BJP സർക്കാർ, കേന്ദ്ര സർക്കാർ എന്നേ തന്നെ മുനമ്പത്തെ ഒരു വഖഫ് അല്ല എന്ന് പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ഷൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് ഒരിക്കലും തന്നെ സാധ്യമല്ല. ഇപ്പോൾ പലരും കരുതുന്നത് ഞാൻ സംഘി എന്നാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ കാണുന്ന വിചിത്രമായ ഒരു കാഴ്ച എന്ന് പറയുന്നത്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം 1300ഓളം അതോ 3100 എന്നെനിക്കറിയില്ല വഖഫുകളെ, ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വഖഫുകളെ അദ്ദേഹം ക്യാൻസൽ ചെയ്യിപ്പിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ VD സതീശനും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സംഘികളൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്തരത്തിൽ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വസ്തുക്കളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ അത് വഖഫ് അല്ല എന്ന് പ്രഖ്യാപിക്കാൻ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു മുഖ്യമന്ത്രിക്കും അധികാരമില്ല. ഇത് ഏതൊക്കെയോ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇങ്ങനെ ഒരു അടിസ്ഥാനവുമില്ലാതെയാണ് യോഗി ആദിത്യനാഥ് UPയിൽ 1300ഓളം അല്ലെങ്കിൽ 3100ഓളം വഖഫുകളുടെ ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വഖഫുകളെ വഖഫ് അല്ലാതാക്കി മാറ്റി എന്നാണ് പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ബേസ്ലെസ് ആണ്. യോഗിക്കും അത്തരത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. പക്ഷേ പണ്ട് UPയിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയ ഒരു ഉത്തരവിനെ അദ്ദേഹം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത്
കള്ളമാണെന്നുണ്ടെങ്കിൽ സംഘികൾക്ക് വേണമെങ്കിൽ ChatGPT-യിലോ ഗൂഗിളിലോ മറ്റോ കയറി സെർച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ മുനമ്പത്തെ പറ്റി പറഞ്ഞത് എല്ലാം തന്നെ കള്ളമാണ്. അതായത് അദ്ദേഹം മുനമ്പത്ത് 2024 ഡിസംബർ മാസത്തിൽ പോയിട്ട് പറഞ്ഞത് മുനമ്പം വിഷയവും വഖഫ് ആക്റ്റും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല എന്നാണ്. എന്നാൽ നാം ഓർക്കണം, 1995 നരസിംഹറാവുവിൻ്റെ കാലത്ത് കോൺഗ്രസ് സർക്കാരാണ് ഈ വഖഫ് നിയമം കൊണ്ടുവന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുനമ്പത്തെ ജനങ്ങൾ കിടന്ന് വെള്ളം കുടിക്കുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു ബന്ധമേ ഇല്ല, വഖഫ് ആക്റ്റ് അല്ല ഇതിനുള്ള കാരണം, അതിനുള്ള എല്ലാ കാരണവും LDF സർക്കാർ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചത്. വളരെ വിചിത്രമായ ഒരു കാര്യം, ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു ഈ വസ്തുവിനെ ഉമീദ് പോർട്ടലിൽ, അതും വഖഫ് ആക്റ്റുമായിട്ട് ബന്ധമുള്ളതാണ്, ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തത് എന്നാണ്. അത് തികച്ചും കള്ളമാണ്, തെറ്റായ ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹം മുനമ്പത്ത് പറഞ്ഞത് ഈ സെക്ഷൻ 40 പ്രകാരമാണ് ഈ വഖഫ് ബോർഡിന് ആരുടെയും വസ്തു വേണമെങ്കിൽ വഖഫായി ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് ഇപ്പോൾ പുതിയ സർക്കാർ ഭേദഗതി നിയമത്തിൽ ഈ സെക്ഷൻ 40A എടുത്ത് അറബിക്കടലിൽ കളഞ്ഞു. എന്നാൽ അദ്ദേഹം ചോദിച്ചത്, എന്തിനാണ് ഈ സെക്ഷൻ 40 എടുത്ത് കളഞ്ഞത്? അതിനെ എടുത്ത് കളഞ്ഞാൽ ഇനി ആരാണ് ഒരു വസ്തുവിനെ വഖഫ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വളരെ വിചിത്രമായൊരു ചോദ്യം. അതിൽ അദ്ദേഹം വളരെ ദുഃഖിതനും ആയി കാണപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം ചോദിച്ചത്, അങ്ങനെ മാറ്റണമെന്നുണ്ടായിരുന്നുവെങ്കിൽ സെക്ഷൻ 53 അല്ലേ മാറ്റേണ്ടിയിരുന്നത് എന്നാണ്. അതിൻ്റെ വീഡിയോ ഇപ്പോഴും ഉണ്ട്. സെക്ഷൻ 53 എന്താണ്? ഏതെങ്കിലും ഒരു വഖഫിന് കുറച്ച് വസ്തു വാങ്ങണം, അവരുടെ കയ്യിൽ പൈസയുണ്ട്, കുറച്ച് വസ്തു ഈ വഖഫിന് വേണ്ടി വാങ്ങണം എന്നുണ്ടെങ്കിൽ അവർ വഖഫ് ബോർഡിൽ നിന്നും പ്രിയർ പെർമിഷൻ എടുക്കണം എന്നാണ് സെക്ഷൻ 53 പറയുന്നത്. അപ്പോൾ അവിടെയും അദ്ദേഹത്തിന് 53 എന്താണെന്ന് അറിയത്തു പോലുമില്ല, അല്ലെങ്കിൽ ആദ്യം മാറ്റണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെടുമായിരുന്നു. അടുത്ത കള്ളമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷൻ 97ൻ്റെ ഉപയോഗം. അപ്പോൾ അദ്ദേഹം ഈ ഇലക്ഷന് മുമ്പ് ഈ പറഞ്ഞതൊക്കെ തന്നെ കള്ളങ്ങളായിരുന്നുവെന്നും അത് നടപ്പിൽ വരുത്താൻ സാധ്യമായ ഒന്നല്ല എന്നും സതീശൻ സാറിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ആയപ്പോഴാണ് അദ്ദേഹം പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ബോർഡ് ഈ മുനമ്പത്തെ വസ്തുവിനെ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ സെക്ഷൻ 97 പ്രകാരം ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിനത് ചെയ്യാൻ സാധിക്കും. നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അഥവാ ഈ രജിസ്ട്രേഷൻ, സോക്കോൾ രജിസ്ട്രേഷൻ നടത്തിയില്ലായിരുന്നു എങ്കിൽ ഈ വി ഡി സതീശൻ സാർ എന്തു ചെയ്യുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധിമുട്ട് ഇത് തന്നെ ആയിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഞാൻ നിസ്സഹായനാണ് എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, എന്നെപ്പോലെയുള്ള കുറച്ചെങ്കിലും ആൾക്കാർ ഈ കേരളത്തിൽ ഉണ്ട്. അദ്ദേഹം പറയുന്നത് കള്ളമാണെന്ന്, 100% കള്ളമാണെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ കള്ളമാണെന്നും അറിയാമെന്നുള്ള എന്നെപ്പോലെയുള്ള കുറേയെങ്കിലും ആൾക്കാർ ഈ കേരളത്തിൽ ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. കേരള വഖഫ് ബോർഡിന് മുൻപത്തെ ഭൂമി ഒരു വഖഫ് ഭൂമിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള യാതൊരു വിധമായ നിയമപരമായ അവകാശമോ അധികാരമോ ഉണ്ടായിരുന്നില്ല. കാരണം സുപ്രീം കോടതി പറഞ്ഞത് മിണ്ടിപ്പോകരുത് എന്നാണ്. ഇത് വഖഫാണോ അല്ലയോ അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വേളയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് മുനമ്പത്തെ ഒരു വഖഫായിട്ട് ഉമീദ് പോർട്ടലിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ചെയ്തു എങ്കിൽ അത് ഇറ്റ് ഈസ് ഇൻവാലിഡ്, ഇല്ലീഗൽ, അബിനിഷ്യു, ആരംഭത്തിലെ അസാധു ആണ്. വേണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഈ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് റെഫർ ചെയ്തുകൊണ്ട് ന്യൂനപക്ഷ മന്ത്രാലയത്തിന് ഒരു കത്തയക്കാമായിരുന്നു. മുനമ്പത്തെ അങ്ങനെ ഒരു വിഷയമുണ്ട്, തൽക്കാലം ഞങ്ങൾക്കത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് സുപ്രീം കോടതി എന്തെങ്കിലും ഒരു ഉത്തരവ് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അത്തരത്തിലൊരു ഫയലിംഗ് നടത്താം. അങ്ങനെ കത്തെഴുതേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും വി ഡി സതീശൻ സാറ് മുനമ്പത്തെ ജനങ്ങളെ പേടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് 8ൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ചില മാധ്യമങ്ങൾ വിളിച്ചുകൂവി, അതായത് രജിസ്റ്റർ ചെയ്തു പോയി, അതുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് ഇനി യാതൊരു രക്ഷയുമില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജനങ്ങളെക്കുറിച്ചിട്ട് ഒന്ന് ചിന്തിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും വി ഡി സതീശൻ സാർ ഇതുവരെ
മുൻപുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാട്ടുകാരെയൊക്കെ പറ്റിച്ചു. ദയവായിട്ട് ഇനി അത്തരത്തിലുള്ള പറ്റിപ്പ് അദ്ദേഹം ചെയ്യരുത്. എന്തായാലും എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. 3 ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ മുനമ്പത്തിന് 10 മിനിറ്റിനകം പരിഹാരം കാണാം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ കേൾക്കാൻ തയ്യാറാണോ എന്ന് വച്ചുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്തായാലും അദ്ദേഹവുമായി അടുത്ത് ബന്ധമുള്ള അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് എന്നെ സമീപിക്കുകയുണ്ടായി. എന്തൊക്കെയാണ് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന പ്രപ്പോസൽ എന്ന് ചോദിച്ചു. കഴിഞ്ഞ 3 ദിവസം ഞാൻ അവർക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയത്. അതിൽ 2 കാര്യമേ ഉള്ളൂ. ഒന്ന്, വഖഫാണോ അല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ആർക്കും മിണ്ടാൻ പറ്റത്തില്ല. അത് കോടതി എന്നെങ്കിലും പറയും. മറിച്ച് എങ്ങനെ ഈ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നമുക്ക് നിയമപരമായി വാങ്ങിക്കൊടുക്കാം എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഞാൻ മറ്റൊരു വീഡിയോയുമായി വരാം. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ദൈർഘ്യം കൂടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ 10 മിനിറ്റ് എന്ന് വി ഡി സതീശൻ സാർ പറഞ്ഞ കാര്യം അദ്ദേഹത്തിനും നമ്മൾ മലയാളികൾ എല്ലാവരും മറക്കുന്നതാണ് വളരെ നല്ലത്. മുനമ്പം ഒരു വഖഫാണോ അല്ലയോ എന്ന് ഭാവിയിൽ കോടതികൾ പറയും. എന്നാൽ അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു നൽകാൻ എല്ലാ സാധ്യതയുമുണ്ട്, നിയമപരമായ എല്ലാ സാധ്യതയും ഉണ്ട്. സർക്കാരിന് വേണമെങ്കിൽ അക്കാര്യവും പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കാം, മുന്തിയ വക്കീലിനെ വയ്ക്കാം. ഇനി അഥവാ ഹൈക്കോടതി നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയിൽ പോവാം, അവിടെ പ്രഗത്ഭരായ വക്കീലന്മാരെ വയ്ക്കാം. ഈ കാര്യം ഞാൻ പറയുന്ന രീതിക്ക് ഈ കാര്യം മൂവ് ചെയ്തു കഴിഞ്ഞാൽ മുൻപത്തെ ജനങ്ങൾക്ക് എത്രയും വേഗം അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു നൽകാൻ കഴിയും. അപ്പോൾ ഏത് രീതിയിലാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുക, ഏത് രീതിയിലാണ് നിയമപരമായി മൂവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഞാൻ അവർക്ക് നൽകിയ, അവരും ഒരു അഡ്വക്കേറ്റാണ്, അവർക്ക് നൽകിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ വീണ്ടും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ സദയം നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നിയമപരമായ ഇത്തരം ഒട്ടേറെ വിഷയങ്ങളുമായിട്ട് വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളെ വീണ്ടും കാര്യങ്ങൾ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.